കേരളത്തിലെ ജ്യോതിഷം നോക്കുകയാണെങ്കിൽ ഏകദേശം 200 വർഷം മുമ്പ് വരെ 100% പാരമ്പര്യ ജ്യോത്സ്യന്മാർ നോക്കിയിരുന്നത് സത്യജാതകമാണ്. ധ്രുവനാഡി, ധ്രുവശാസ്ത്രം, തമിഴിൽ തുരുവശാസ്ത്രം എന്നൊക്കെ പറയും. നാഡി, ധ്രുവശാസ്ത്രം എന്നൊക്കെ പറയും. ജയമുനി ചെയ്ത് അത് സത്യമുനി അതിനെ പൂർത്തീകരിച്ചു. ഇവർ രണ്ടുപേരും അതിനകത്തുണ്ട് എന്ന് പറയുന്നു. സത്യാചാരം ചെയ്തിരിക്കുന്നതാണ്. ഒരു രാശിയെ 180 ഭാഗിക്കുമ്പോൾ കിട്ടുന്ന ഓരോ അംശത്തിനും ഓരോ നാഡികൾ, ഓരോ നാഡികൾക്ക് അംശം, നാഡ്യംശം എന്ന് പറയും. അതിനനുസരിച്ച് ഫലം പറയുന്ന ഓരോ ആ നാഡികൾക്കും അതിന് പേരുണ്ട്. ഒരു രാശി അതിനനുസരിച്ചാണ് ഫലം. ആ ഫലം നോക്കിയിട്ട് ഫലം പറയുന്ന സമ്പ്രദായത്തിൽ അത്ര സങ്കീർണമായ ജ്യോതിഷ ശൈലി മാറിയിട്ട് പിന്നീട് ഈ പ്രശ്നമാർഗമൊക്കെ വന്നതിന് ശേഷവും പിന്നെ ഈ ഹോരാശാസ്ത്രം എഴുതിയിരിക്കുന്ന ആചാര്യന്മാർ പറയുന്നത് നോക്കുമ്പോൾ സത്യാചാര്യരെ നമിച്ചുകൊണ്ട് പലതും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ആഴമേറിയ ജ്യോതിഷത്തിൽ നിന്ന് പിന്നെ പിന്നെ വന്നപ്പോൾ അതിന്റെ സൂക്ഷ്മത കുറെ കുറഞ്ഞു. ഇപ്പോഴാണ് രാഹു കേതുക്കളെ ഗണിക്കുന്നതിലൊക്കെ നമ്മൾ സ്ഫുടം ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുന്നതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. കാരണം തമിഴ് ജ്യോതിഷത്തിൽ നമ്മൾ നോക്കുമ്പോഴും മറ്റ് ദേശങ്ങളിലെ ജ്യോതിഷം നോക്കുമ്പോഴും ഒക്കെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഭൂമിയുടെ ഈ ഘടനാ വ്യത്യാസത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടനുസരിച്ച് ഗണിതത്തിലൊക്കെ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതുണ്ട്. കാലം 3000 വർഷം 5000 വർഷം മുമ്പത്തെ ജനജീവിത സമ്പ്രദായങ്ങളൊന്നുമല്ല. അതിനനുസരിച്ച് പല ശ്ലോകങ്ങളും ഒക്കെ പുതുതായിട്ട് വരേണ്ടതായിട്ടുമുണ്ട്. ഇപ്പൊ കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടു പോകണം. അതിന് അത്രയും ധ്യാന നിരതരായിരിക്കുന്ന ആളുകൾ ഈ രംഗങ്ങളിലൊക്കെ എത്തേണ്ടതുണ്ട്. അങ്ങനെ വന്നാലേ അതിനുള്ള അപ്ഡേഷൻസ് ഉണ്ടാവുകയുള്ളൂ.